അപ്പൊ ആ സ്വാതന്ത്ര്യം അവരിൽ നിന്നും അവരെ ഈ രാജ്യത്ത് നിന്നും ഓടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ രാജ്യത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് നമ്മൾ നേടിയതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ആരെടുക്കേണ്ടത്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യം അവരിൽ നിന്നും അവരെ ഈ രാജ്യത്ത് നിന്നും ഓടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ രാജ്യത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് നമ്മൾ നേടിയതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ രാജ്യത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു സുപ്രഭാതത്തില് ആരെങ്കിലും നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് പോയതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തെ ഇന്ന പിടിച്ചോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയതല്ല. നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകള്, പണിക്ക് പോയിരുന്ന ആളുകള്, കുടുംബസ്ഥരായിരുന്ന ആളുകള്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകള് ബ്രിട്ടീഷുകാരെ മാത്രമല്ല മുഗളന്മാരെയും പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും അതുപോലെ നിരവധി 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 ലോകത്ത് ഒരു രാജ്യത്തും ഇത്രത്തോളം വിദേശ ആക്രമണകാരികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. ഈ ഇന്ത്യയെ പോലെ വേറെ ഒരു രാജ്യത്തും ഇത്രത്തോളം ആളുകൾ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട ഒരു ജനത ഏതാണ് ചോദിച്ചാൽ നമ്മുടെ ജനതയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളോളം നമ്മള് അടിമത്തത്തിൽ കടന്നതിന് ശേഷം നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ രക്തം ചിന്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ചവിട്ടി നിൽക്കുന്നില്ലേ? ഈ ചവിട്ടി നിൽക്കുന്നതിന്റെ അടിയിലാണ് സുഭാഷ് ചന്ദ്രബോസിനെ അടക്കം ചെയ്തിരിക്കുന്നത്, ഭഗത് സിംഗിനെയും ലാലാ ലജ്പത് റായിയെ അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് രാജ്യഗുരു